ഗുഡ് മോർണിംഗ് ടു ഓൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു വൺ ഡ്രൈവ്. പേഴ്സണലി എനിക്ക് കുറേ മെസ്സേജുകൾ വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ എന്തായാലും ചെയ്തിട്ടുണ്ടാവില്ല. ഫോർഡ് ഇന്ത്യ വിടുന്നതിന്റെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണം. അതുപോലെ തന്നെ ഫോർഡ് വാഹനങ്ങൾ എടുത്ത ആൾക്കാർ എന്ത് ചെയ്യും എന്നറിയാണ്ട് കുറെ പേര് സംശയത്തിനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുവാണ്. അതുപോലെ തന്നെ ഫോർഡ് ചതിച്ചു എന്ന് കുറച്ച് പേര് പറയുന്നതായിട്ട് കേട്ടു. ഒരു ഫോർഡ് എന്നുള്ള ഒരു ബ്രാൻഡിൽ നിന്ന് മാറി ചിന്തിക്കാനൊക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ നാലുപുറം നമ്മുടെ ചുറ്റുപാട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫോർഡ് നമ്മളെ ചതിച്ചോ അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് ഫോർഡിന്റെ കാര്യങ്ങൾ, അതുപോലെ ഇനി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ ഫോർഡ് വേറെ കുറച്ച് പ്ലാനുകളൊക്കെ ഇന്ത്യക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഫോർഡ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാനായിട്ട് പറ്റും. അവർ തന്നെ കുറെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. എന്തൊക്കെ അവരുടെ ഫ്യൂച്ചർ പ്ലാനിങ് എന്തൊക്കെയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോണ്ട് കാര്യത്തിലേക്ക് വരും എന്നുള്ളത് നമുക്കറിയില്ല. 2021 സെപ്റ്റംബർ 9 ആയിരുന്നു ആ ഒരു ന്യൂസ് നമ്മളുടെ അടുത്തേക്ക് എത്തുന്നത്. ഒരു വൈകുന്നേരം ഒരു 3 മണി സമയത്താണ് ഈ ഒരു ന്യൂസ് നമ്മുടെ എല്ലാവരെയും എന്താ പറയാ നെഞ്ചിലേക്ക് ഒരു കാട്ടുതീ പോലെ പടർന്ന് ഏറി പിടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് എനിക്ക് തോന്നുന്നു ആ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര പെട്ടെന്നൊന്നും നമ്മുടെ മനസ്സെന്ന് പോകുന്ന ഒരു ബ്രാൻഡല്ല. 10 വർഷത്തിനുള്ളിൽ ഫോർഡിന് ഏകദേശം ഒരു $2 ബില്യൺ നഷ്ടം സംഭവിച്ചു നമ്മുടെ ഇന്ത്യയിൽ നിന്ന് മാനുഫാക്ചർ നിർത്താനുള്ള കാരണം എന്നാണ് പറയുന്നത്. ഇപ്പോഴും ഫോർഡ് പറയുന്നതായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഴുവനുമായിട്ട് ഫോർഡ് ഇന്ത്യ വിടുക എന്നുള്ളൊരു പ്ലാൻ അല്ല ഫോർഡിനുള്ളത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഫോർഡ് ഫിഗോ, എസ്പെയർ, അതുപോലെ ഫ്രീ സ്റ്റൈൽ, പിന്നെ ഇക്കോ സ്പോർട്ട്, പിന്നെ എൻഡവർ, ഇത്രയും മോഡലുകൾ നമുക്ക് ഇനി മുതൽ ഇന്ത്യൻ മാർക്കറ്റുകളിൽ മാനുഫാക്ചറിങ് ചെയ്തിട്ടുള്ള, അതായത് ഇന്ത്യൻ ബിൽഡ് ചെയ്തിട്ടുള്ള വാഹനങ്ങൾ നമുക്ക് ലഭിക്കില്ല. അപ്പൊ ഉണ്ടായിരുന്ന സ്റ്റോക്ക് അവർ വിറ്റൊഴിക്കും. മെയിനായിട്ട് ഫോർഡിന് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വലിയ പ്ലാന്റുകളായിരുന്നു ഗുജറാത്തിലും ചെന്നൈയിലും ആയിട്ടുണ്ടായിരുന്നത്. അതിൽ ചെന്നൈ പ്ലാന്റിലായിരുന്നു നമ്മുടെ എൻഡവറും അതുപോലെ തന്നെ നമ്മുടെ ഇക്കോ സ്പോർട്ടൊക്കെ ബിൽഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. ബാക്കിയുള്ള ഫോർഡിന്റെ വാഹനങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് ഗുജറാത്തിലെ പ്ലാന്റിലായിരുന്നു കേട്ടോ. ശരിക്കും ഫോർഡ് നമ്മുടെ ഇന്ത്യ വിടാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ ട്രൈ ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മഹേന്ദ്രയുമായിട്ട് ഒരു കൊളാബില്, അതായത് ഒരു ടൈപ്പില് കുറച്ച് വാഹനങ്ങൾ ഇറക്കാൻ വേണ്ടി അവർ ട്രൈ ചെയ്തിരുന്നു. നമ്മുടെ XUV 700 പ്ലാറ്റ്ഫോമിൽ തന്നെ ഫോർഡിന് ഒരു വാഹനം ഇറങ്ങേണ്ടതായിരുന്നു. പക്ഷെ അതൊക്കെ പെട്ടെന്ന് തന്നെ നിൽക്കുകയാണ് ഉണ്ടായത്. മഹേന്ദ്രയുടെ ഒരുപാട് വാഹനങ്ങൾ ഇനി വരാൻ വേണ്ടി ഇരിക്കുകയാണ്. മഹേന്ദ്ര തന്നെ നമ്മുടെ പുതിയ XUV 700 ലോഞ്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് തോന്നെ വാഹനങ്ങൾ വരാനിരിക്കുമ്പോൾ മഹേന്ദ്ര അത്രയ്ക്കും ബിസിയാണ് അതിന്റെ കാര്യങ്ങളിൽ. അത് കാരണം തന്നെ ഫോർഡ് ആയിട്ടുള്ള ഒരു കൊളാബറേഷൻ അവർക്ക് വേണ്ടത് അധികം നോക്കി എത്താൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ഫോർഡ് ആയിട്ടുള്ള കൊളാബറേഷൻ അവർ പിൻവലിച്ചത്. അത് ശരിക്കും ഫോർഡിന് ഒരു വലിയൊരു അടി തന്നെ കിട്ടിയ പോലെയായിരുന്നു. കാരണം ഇന്ത്യൻ മാർക്കറ്റ് വിടാതെ പിടിച്ചു നിൽക്കാൻ വേണ്ടി അവർ മാക്സിമം ട്രൈ ചെയ്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർഡ് ഒരിക്കലും ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനത്തെ ഒരു കാര്യം, അതായത് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമല്ല. അവർ എങ്ങനെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളൊരു ബലം അവർക്ക് തോന്നിയത് കൊണ്ടായിരിക്കണം ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ അവർ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ എന്ത് പറയാനാണ്, നമ്മുടെ എമിഷൻ നോംസിൽ വന്നിരിക്കുന്ന ഓരോ മാറ്റങ്ങൾ, സേഫ്റ്റി നോംസിൽ വന്നിരിക്കുന്ന ഓരോ മാറ്റങ്ങൾ, അതുപോലെ തന്നെ ടാക്സിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എല്ലാം കൊണ്ടും ഫോർഡിന് മാത്രമല്ല ഇന്ത്യൻ നിർമ്മിത വാഹനങ്ങളല്ലാത്ത എല്ലാ മാനുഫാക്ചറേഴ്സും ഫേസ് ചെയ്യുന്നതായിട്ടുള്ള പല പ്രശ്നങ്ങളും ഫോർഡ് ഫേസ് ചെയ്തിരുന്നു എന്നുള്ളത് നമുക്കതിന് മനസ്സിലാക്കാം. പല ആൾക്കാരും പറയുന്നത് കേൾക്കാം, എന്തുകൊണ്ടാണ് ടൊയോട്ട നമ്മുടെ മാരുതി സുസുക്കിന്റെ വാഹനങ്ങൾ എടുത്തുകൊണ്ട് അവർ റീബാഡ്ജ് ചെയ്തുകൊണ്ട് വാഹനങ്ങൾ ബിൽഡ് ചെയ്തിറക്കുന്നത്, എന്തുകൊണ്ടാണത് എന്നൊക്കെ ചോദിക്കുന്നത് കേൾക്കാം. അപ്പൊ അതൊക്കെ ഈ ഒരു ബിസിനസ് സ്ട്രാറ്റജിന്റെ ഭാഗമായിട്ടാണ് അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതായത് ചെറിയ വാഹനങ്ങൾ വിറ്റ് പോകുന്നത് പോലെയല്ല വലിയ വാഹനങ്ങൾ വിൽക്കുമ്പോൾ. അത് നമുക്കറിയാം. വലിയ പ്രൈസിലേക്കുള്ള വാഹനങ്ങൾ വിൽക്കുമ്പോൾ, ചെറിയ പ്രൈസിലേക്കുള്ള വാഹനങ്ങൾ വിൽക്കുമ്പോൾ നമുക്ക് അത്ര വലിയൊരു കുറെ യൂണിറ്റ്സുകൾ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റും. അത് തന്നെയാണ് ഒരു ടൊയോട്ടേന്റെ ഒക്കെ ഒരു എന്താ പറയാ ബിസിനസ് സ്ട്രാറ്റജി നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ആ ഒരു സ്ട്രാറ്റജി തന്നെ ഇവരൊന്ന് ഫോർഡ് ഒന്ന് ബിൽഡ് ചെയ്യാൻ വേണ്ടി നോക്കി. പക്ഷെ അതൊക്കെ ആകെ പാളി തവിട് പൊടിയായതാണ് മഹേന്ദ്ര ആയിട്ടുള്ള ടൈപ്പിൽ. അപ്പൊ അങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ വന്നത്. ഒരിക്കലും നമ്മളതിനെ ചീറ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം അവരുടെ കഴിവിന്റെ മാക്സിമം അവർ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളാണെങ്കിൽ തന്നെ ഒരു ബിസിനസ് പൊളിയാറായെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബിസിനസ്സിനെ എങ്ങനെ പിടിച്ചു നിർത്താമെന്നുള്ള അതിനെപ്പറ്റി നമ്മൾ പഠിക്കും. എന്നിട്ടും നടക്കണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ വഴിയില്ല, അത് നമുക്ക് നിർത്തിയേ പറ്റും എന്നുള്ളതിലാണ്. എന്നിട്ടും ഇപ്പോഴും ഫോർഡ് ഇന്ത്യ വിടുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഡീലേഴ്സിന് പോലും ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്.
അവർ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇനിയും കുറേ പ്രോഡക്റ്റ്സ് ഫോർഡ് കൊണ്ടുവരും. നമുക്ക് ഓരോ പ്രാവശ്യം ഫോർഡിന്റെ കയ്യിൽ നിന്നുണ്ടാവുന്ന അപ്ഡേറ്റുകൾ നമുക്ക് ലഭിക്കുമ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുക ഇപ്പോഴൊന്നും അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഫോർഡ് പൂട്ടിപ്പോവും എന്നുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ലോക്കലി മാനുഫാക്ചറിങ് നിർത്തില്ല എന്നുള്ളതൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ അങ്ങനെ ഒന്നല്ല ഉണ്ടായത്. മെയിൻ ബ്രാഞ്ചുകളായിട്ടുള്ള എല്ലാവിധ സർവീസ് സെന്ററുകളും പ്രവർത്തിക്കും എന്നുള്ള ഫോർഡ് നമുക്ക് വാക്ക് നൽകിയിട്ടാണ് ലോക്കൽ മാനുഫാക്ചറിങ് അവർ ഇപ്പൊ നിർത്തി വെച്ചിരിക്കുന്നത് കേട്ടോ. നിർത്തി വെച്ചിരിക്കുകയല്ല, പാടെ പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഫോർഡിന്റെ ഭാഗത്തു നിന്ന് ഒരു ഉറപ്പ് നമുക്ക് അല്ലെങ്കിൽ ലഭിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സർവീസ്, അതുപോലെ തന്നെ പാർട്സ് അവൈലബിലിറ്റി, അതുപോലെ തന്നെ വാറണ്ടിക്കുള്ള ഇഷ്യൂസ് ഒന്നും തന്നെ വരില്ല എന്നുള്ളത് ഒരു ഉറപ്പ് ഫോർഡ് നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് ഫോർഡ് നമ്മളെ ചതിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയും കാര്യങ്ങൾ നമുക്ക് വേണ്ടി അവർ ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇന്ത്യ വിട്ട് പോകാൻ അവർക്ക് മനസ്സില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അതിപ്പോൾ പുറത്തുനിന്നുള്ള ഏതൊരു മാനുഫാക്ചേഴ്സ് നമ്മൾ നോക്കിയാലും നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് നമ്മുടെ നാലുപുറം നടക്കുന്നത് ഒന്ന് അനലൈസ് ചെയ്താൽ മതി. അപ്പൊ ഇതുപോലുള്ള ഒരു സിറ്റുവേഷനെ മുതലെടുക്കാൻ വേണ്ടിയിട്ടാണോ, ഇത് എന്തൊരു കാഴ്ചപ്പാടിലാണ് പല ആൾക്കാരും അങ്ങനെ കാണുന്നത്? എനിക്ക് ഇനി വാഹനങ്ങളുടെ, അതായത് ഫോർഡ് വാഹനങ്ങളുടെ റീസെയിൽ വാല്യൂ കുറയും എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. അതാണ് എല്ലാവർക്കും ഒരു പേടി പോലെയൊക്കെ തോന്നുന്നത് എന്നൊക്കെയാണ് കുറെ പേര് പറയുന്നത് കേട്ടു. അതിപ്പോ ഹേറ്റേഴ്സ് ആയിരിക്കാം ചിലപ്പോൾ ഫോർഡിന്റെ, അത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. എന്നാൽ അങ്ങനെ പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോർഡ് വാഹനം ഒരാൾ സ്വന്തമാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരിക്കലും അതിന്റെ റീസെയിൽ വാല്യൂ നോക്കിയിട്ടാവില്ല ഫോർഡ് വാഹനങ്ങൾ ചൂസ് ചെയ്യുക. അതുകൊണ്ട് നമ്മൾ അങ്ങനെ വരിഡ് ആവേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരു ഫോർഡിന്റെ ഒരു വണ്ടി നമ്മൾ ഒരാഴ്ച മുന്നേ, ഈ ഒരു ന്യൂസ് വരുന്നതിന് ഒരാഴ്ച മുന്നേ നമ്മൾ വണ്ടി എടുത്തു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള പേടികളൊന്നും തന്നെ വേണ്ട. നമ്മൾ അത് എന്ത് മേടിച്ചോ അത് നമ്മൾ യൂസ് ചെയ്യുക, പറയാം, നമ്മൾ ആ വണ്ടിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇന്ന് പൂട്ടി അയ്യോ ഇനിയിപ്പോൾ നാളെ വണ്ടി വിറ്റേ പറ്റൂ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒന്നും ഇല്ല ഇവിടെ. കാരണം പാർട്സ് അവർ തരും എന്നുള്ളത് പറയുന്നുണ്ട് ഷോറൂം ഫോർഡ് തന്നെ. നമുക്ക് എത്രത്തോണ്ട് അതിന്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഉണ്ടാവും എന്നറിയില്ല. എന്നാൽ പോലും അങ്ങനെയുള്ള പേടികളൊന്നും വേണ്ട. ഫോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വണ്ടീന്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയും ഹാൻഡിലിങ്ങും കാര്യങ്ങളൊക്കെ കാരണം തന്നെയാണ്. നിങ്ങൾ അങ്ങനെ ഒരു ഫോർഡിന്റെ ഒരു വാഹനം സ്വന്തമാക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് വിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. വലിയൊരു ബ്രാൻഡ് ജി എം മോട്ടോഴ്സ് നമ്മുടെ ഇന്ത്യ വിട്ട് പോയപ്പോഴും അത് പലരും പല രീതിയിൽ പറഞ്ഞെങ്കിൽ പോലും ഇപ്പോഴും ഷെവർലെറ്റിന്റെ ബീറ്റിന്റെ ഒക്കെ പ്രൈസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. വലിയൊരു പ്രൈസിന്റെ ഒരു കുറവോ കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ എന്തായാലും ഒരു ചവിട്ടിപ്പിടുത്തം ഉണ്ടാവും. അത് പല ബെനിഫിറ്റ് കൊണ്ടാണ്. ആൾക്കാർക്ക് ചിലപ്പോൾ ആ വലിയ വണ്ടി നമുക്ക് മേടിക്കാം, പക്ഷെ ഫോർഡ് നിർത്തി പോയില്ലേ, ചെറിയ പൈസക്ക് നമുക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വെറുതെ ഇങ്ങനെ എറിഞ്ഞു നോക്കുന്ന ആൾക്കാരുണ്ടാവും. ഇത്ര പൈസ കൊടുത്തിട്ട് കിട്ടുമോ നമ്മളെ വെറുതെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അതിലൊന്നും പോയി ചെന്നപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ മാക്സിമം നമ്മുടെ വണ്ടി യൂസ് ചെയ്യുക. നമ്മൾ ഇഷ്ടപ്പെട്ടെടുത്ത വാഹനമാണ്. അപ്പം എന്തായാലും അതിനെ നമ്മൾ ഒരിക്കലും ഹേറ്റ് ചെയ്യൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ മാക്സിമം അതിനെ യൂട്ടിലൈസ് ചെയ്യുക. എന്തായാലും എല്ലാ വാഹനങ്ങൾക്കും നമ്മൾ കുറച്ചു കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പൈസയിൽ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ എന്തായാലും ഒരു കുറവ് വരും. കമ്പാരിറ്റീവ്ലി അത് ഇതിനെ കുറച്ച് കൂടുതലായിരിക്കും എന്ന് മാത്രം. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഫോർഡ് നമുക്ക് പിന്നെയും പ്രതീക്ഷ നൽകുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഈ ന്യൂസ് വരുന്നതിൻ്റെ മുന്നേ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഫോർഡിന്റെ ഇക്കോ സ്പോർട്ടിന്റെ ഫേസ് ലിഫ്റ്റ് വരുന്നു. അതുപോലെ എൻഡവറിന്റെ ബൈടർബോ ഡീസൽ എഞ്ചിൻ കൊണ്ടുവരാണ് ഇന്ത്യയിൽ. അതുപോലെ റേഞ്ചറിനെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് സ്പൈ ഷോട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ഫോർഡ് വ്യക്തമായ ഒരു പ്ലാനൊന്നും ഒരു ധാരണയൊന്നും ഇല്ലാതെയാണ് ഫോർഡ് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നത് എന്നാണ് ഇപ്പൊ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. CPU യൂണിറ്റ് ആയിട്ട് അവരുടെ പ്രീമിയം വാഹനങ്ങൾ നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡീലേഴ്സ് വളരെ ലിമിറ്റഡ് ആയിരിക്കും എന്ന് മാത്രം. വൈഡ് ആയിട്ടുള്ള ഒരു ഡീലർഷിപ്പ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. CPU യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായാലും പ്രൈസ് നമുക്ക് കൂടും. CPU യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CBU എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ബിൽഡപ്പ് എന്നാണ് അതിന്റെ ഒരു ഫുൾ ഫോം വരുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ബിൽഡ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് സെയിൽ ചെയ്യുക, പുറത്തുനിന്ന് ബിൽഡ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് സെയിൽ ചെയ്യുക. അതാണ്. അപ്പം അതിനനുസരിച്ച് ടാക്സ് ആ വണ്ടിക്ക് കൂടും. അപ്പം അതിനനുസരിച്ച് നമ്മുടെ ഇന്ത്യയിൽ ആ സെയിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പം അതിനനുസരിച്ചൊക്കെ പ്രൈസൊക്കെ ഫോർഡ് നന്നായിട്ട് തന്നെ കുറച്ചിട്ടും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതും നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മെയിൻ ആയിട്ട് അവർ പറയുന്നത് ഫോർഡിന്റെ മസ്റ്റാങ്ങും അതുപോലെ തന്നെ മസ്റ്റാങ്ങിന്റെ EV എഡിഷൻ ആയിട്ടുള്ള മെക്കി എന്ന് പറയുന്ന ഒരു മോഡൽ ഉണ്ട്. ആ മോഡൽ എന്തായാലും ഇന്ത്യയിൽ കൊണ്ടുവരും എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ചെറിയൊരു പ്രതീക്ഷ വയ്ക്കാം. അതായത് ഫോർഡിന്റെ 2022 മോഡൽ എൻഡോറിന്റെ ഫേസ് ലിഫ്റ്റ് ചിലപ്പോൾ കൊണ്ടുവരാം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് കൊണ്ടുവന്നിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഫോർഡിന്റെ ഒരു പ്രീമിയം വാഹനം തന്നെയാണ് എൻഡോർ.
ചിലപ്പോൾ അത് കൊണ്ടുവന്നിരിക്കും, പക്ഷെ പ്രൈസ് കൂടുതലായിരിക്കും, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റി എന്ന് വരില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റേഞ്ചറും ചിലപ്പോൾ ഇന്ത്യയിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ ജസ്റ്റ് ഇങ്ങനെ പോകുമ്പോഴാണ് പോകുകയെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. മറ്റൊരു കാര്യം എടുത്ത് പറയാണ്ടിരിക്കാൻ പറ്റില്ല, സേഫ്റ്റിയുടെ കാര്യത്തിൽ അങ്ങേ ലെവല് ഫോർഡ് ഓരോ വാഹനങ്ങളും ശ്രദ്ധിച്ചായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയർ സ്പെയറിൽ നമുക്ക് 6 എയർ ബാഗ് ഒക്കെ കാണാനായിട്ട് പറ്റും. അത് ഒരു ബെസ്റ്റ് ഇൻ സെഗ്മെന്റ് ഫീച്ചർ ആണ് കേട്ടോ. 6 എയർ ബാഗ് ഒക്കെ ഒരു ചെറിയൊരു വണ്ടിയിൽ എന്നൊക്കെ പറയുമ്പോൾ 2010 ഉണ്ടായിരുന്ന ആ ഒരു ബ്ലൂമിങ്ങിൽ തന്നെ ഓരോ വാഹനങ്ങൾക്കും കറക്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫോർഡിന് ഇങ്ങനത്തെ ഒരു ഗതി വരില്ലായിരുന്നു എന്നുള്ളത് ഒരു എല്ലാവർക്കും അറിയുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ചോദിച്ച ഒരു കാര്യമാണ് എൻ്റെ അടുത്ത്, ഇനി നമ്മൾ എന്ത് ചെയ്യും ഈ വാഹനം വെച്ച്, എന്തെങ്കിലും പ്രശ്നം വരുമോ? അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റീസെയിലിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഫോർഡിന്റെ വാഹനങ്ങൾ ആരെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇനി എടുക്കണ്ട എന്നാണ് ഞാൻ പറയുള്ളൂ. ചിലപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാർ ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും ഓൾറെഡി, എന്നാലും ജസ്റ്റ് പറയുന്നു എന്ന് മാത്രം. അതുപോലെ തന്നെ ഡീലർഷിപ്പുകളുടെ എണ്ണം കുറയാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണം തന്നെ സർവീസ് സെന്ററിന്റെ കാര്യങ്ങളിലേക്കും നമുക്ക് അതേപോലെ തന്നെ ഒരു ചെറിയ കുറവുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പാർട്സുകളുടെ വില എന്തായാലും പോകെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉടനടി തന്നെ എക്സ്റ്റൻഡഡ് വാറന്റി എടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്സിന്റെ കാര്യങ്ങളൊക്കെ ആ ഒരു കിലോമീറ്ററും അതുപോലെ ആ ഒരു വർഷത്തിന്റെ ഉള്ളിൽ തന്നെ അങ്ങോട്ട് കയറി പോയിക്കൊള്ളും. അത് കഴിയുമ്പോഴാണ് പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ആവശ്യം വരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാർട്സിന് ഇനി ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഷോർട്ടേജ് വരാനും ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഒരു വാറന്റി വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ഫോർഡിന്റെ വാഹനങ്ങൾക്ക് വാറന്റി എടുക്കണം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ അത് മറക്കരുത്. അപ്പൊ ഇതൊക്കെ ചെയ്യുക. മറ്റൊന്നും നമുക്ക് ചെയ്യേണ്ടതായിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് അവരെ പിന്നാലെ കേസ് കൊടുത്തൊന്നും പോകാനായിട്ട് പറ്റുന്നില്ല. അതിനുള്ള ഒരു സൊല്യൂഷൻ അവർ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് എത്ര വർഷമുണ്ട്, 10 വർഷത്തോളം ഈ ഒരു ഇന്ത്യയിൽ അവർക്ക് സർവീസ് അത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. എൻഡവറിന്റെ ഫേസ് ലിഫ്റ്റ് ഒക്കെ കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരുപാട് ഫോർഡ് പ്രേമികൾക്ക് വളരെ ഉപകാരമായിരിക്കും. ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വണ്ടി ഇങ്ങനെ നിരത്തിലൂടെ ഒരാൾ കാണുക എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലൊരു ഇത്തിരി തണുപ്പൊക്കെ നൽകുന്ന പോലെയായിരിക്കും ഫോർഡിന്റെ പ്രേമികൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല, കുറേ എനിക്ക് മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചത്. ടെൻഷൻ അടിച്ചുകൊണ്ടുള്ള ഒരു പെട്ടെന്നുള്ള സെയിലൊന്നും ആരും ചെയ്യരുത്. ആ വാഹനം നമ്മുടെ കയ്യിൽ വെക്കുക, നമ്മുടെ ആശ തീരുന്നവരെ ഓടിച്ചു കൊണ്ട് നടക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നി, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും ഫോർഡിന്റെ വാഹനങ്ങളൊക്കെ എടുത്തിട്ട് അവരാരെങ്കിലും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ സേഫ്, ബി ബ്ലെസ്ഡ്, ബൈ.